ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള ബിഗിനേഴ്സ് സ്റ്റിച്ച് ആയിട്ടുള്ള റണ്ണിങ് സ്റ്റിച്ചാണ്. അപ്പം റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് എംബ്രോയ്ഡറി മെറ്റീരിയൽസ് കാണാം. നമ്മൾ സാധാരണ എംബ്രോയ്ഡറി ചെയ്യുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ്. അതായത് കോട്ടൺ ഫാബ്രിക്കാണ് നമ്മൾ ബിഗിനേഴ്സിന് എപ്പോഴും വളരെ സ്യൂട്ടായിട്ട് എംബ്രോയ്ഡറി ചെയ്തത്. കോട്ടൺ മല്ല് തുണിയാണ്, അത് ബേബികൾക്ക് യൂസ് ചെയ്യുന്ന അത്ര സോഫ്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ കോട്ടൺ ആണ്, നല്ല തിക്കുമാണ്, നല്ല ക്വാളിറ്റി തിക്കായിട്ടുള്ള കോട്ടൺ ക്ലോത്ത് ആണ്, വൈറ്റ് കളറിലുള്ള. ഈ ഫാബ്രിക്കിന്റെ ഒരു ഫാബ്രിക് വേണം. അതുപോലെ ഇത് എംബ്രോയ്ഡറി ത്രെഡ് ആണ്, ഇത് ആങ്കറിന്റെ എംബ്രോയ്ഡറി ത്രെഡ് ആണ്. അപ്പം ഇതിനകത്ത് ആങ്കറിന്റെ എംബ്രോയ്ഡറി ത്രെഡിനകത്ത് നമ്പേഴ്സ് ഉണ്ടാവും. നമ്മൾ ഏത് എംബ്രോയ്ഡറി ത്രെഡ് ആണെങ്കിലും അതിന്റെ കളേഴ്സ് നമ്പേഴ്സ് ആയിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. നമ്പേഴ്സ് ഉണ്ടാവും, അത് ഓരോ കളേഴ്സും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് ആ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കളറ് നമുക്ക് കിട്ടുന്നതാണ്. ഇത് ആങ്കറിന്റെ എംബ്രോയ്ഡറി ത്രെഡ്, ഒരു ചെറിയൊരു സിസറ്. ഇത് ഹീറ്റ് ഇറേസബിൾ പെന്നാണ്, അതായത് ഇത് ഈ പെന്ന് വെച്ചിട്ട് നമുക്ക് ഡിസൈൻസും പാറ്റേൺസും ഒക്കെ വരയ്ക്കാം ഫാബ്രിക്കിൽ. ഇത് നമ്മൾ വരച്ച സ്റ്റിച്ചിങ് ഒക്കെ കഴിയുമ്പം നമ്മളത് കമ്മത്തി ഇട്ടിട്ട് അതിന്റെ ബാക്ക് ഭാഗത്ത് അയൺ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഹെയർ ഡ്രൈ ചെയ്യുന്ന ഹെയർ ഡ്രയർ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലോ ചെയ്ത് കൊടുക്കുക. അപ്പൊ ചൂട് കാരണം ഇത് വെച്ച് വരച്ചത് മാഞ്ഞു പൊക്കോളും. ഇത് എംബ്രോയ്ഡറി ഹൂപ്പാണ്, ഇതിനൊരു 7 ഇഞ്ച് സൈസ് ഉണ്ട്. ഇത് വുഡിന്റെ എംബ്രോയ്ഡറി ഹൂപ്പാണ്. ഇതിന്റെ അറ്റത്ത് ഇതുപോലെ ഒരു നോബ് ഉണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് ഫാബ്രിക് കയറ്റി വെച്ച് അടച്ച് ഇത് വെച്ചിട്ട് ടൈറ്റ് ചെയ്യും. കാണിച്ചു തരാവേ. ഇത് ഒരു നീഡിലാണ്. ഇത് എനിക്ക് ഇഷ്ടമുള്ള ഒരു സൈസിലുള്ള ഒരു നീഡിൽ എടുത്തിരിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഫാബ്രിക്കിന്റെ ഇതനുസരിച്ച് നമുക്ക് നീഡിലിന് ചേഞ്ച് വരും. എനിക്ക് ഹോള് കാണാമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആദ്യം ഈ ഫാബ്രിക് എങ്ങനെ ഹൂപ്പിൽ ഫിക്സ് ചെയ്യാമെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഹൂപ്പ്. ഇത് വുഡിന്റെ എംബ്രോയ്ഡറി ഹൂപ്പാണ്. ഇതിനകത്ത് ചെറിയ ഹൂപ്പ് എടുത്തിട്ട് അതിന്റെ മുകളിലോട്ട് വലിയ ഹൂപ്പ് ക്ലോത്ത് വെച്ചിട്ട് അതിന്റെ മുകളിലോട്ട് വലിയ ഹൂപ്പ് വെക്കുക. കാണിച്ചു തരാം ഒന്നുകൂടെ. ഇനി നമുക്ക് ഫാബ്രിക്കിനകത്ത് ഹൂപ്പ് എങ്ങനെ ഫിക്സ് ചെയ്യുമെന്ന് നോക്കാം. ഹൂപ്പ് ഫിക്സ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മൾ എംബ്രോയ്ഡറിയുടെ പാറ്റേൺ വരയ്ക്കുമ്പം ആ പാറ്റേൺ അവിടെ ഒരു റിങ്കേഴ്സും ഇല്ലാതെ പ്രോപ്പർ ആയിട്ട് പാറ്റേൺ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു പേപ്പർ പോലെ ഫാബ്രിക് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ഹൂപ്പ് സെറ്റ് ചെയ്യുന്നത്. ചെറിയ റിങ് വെക്കുക, അതിന്റെ മുകളിൽ ഫാബ്രിക് ഇടുക, അതിന്റെ മുകളിലോട്ട് വലിയ ഹൂപ്പ് വെക്കുക, എന്നിട്ട് ചെറുതും വലുതും കൂടെ ഫിക്സ് ചെയ്യാം, ഇൻസേർട്ട് ചെയ്ത് ഫിക്സ് ചെയ്യാം. അത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ചെറിയ ഹൂപ്പ്, ദെൻ അതിന്റെ കൂടെ ഫാബ്രിക്, പിന്നെ അതിന്റെ പുറത്തായിട്ട് വലിയ ഹൂപ്പ്. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിന്റെ സൈഡ് ഭാഗത്ത് നിന്ന് ഇങ്ങനെ വലിച്ച് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇവിടെ നല്ല കട്ടിയായി. ഇനി നമുക്കിതിൽ എംബ്രോയ്ഡറി ചെയ്യാം, അല്ല ഫാബ്രിക് വരയ്ക്കാം. അപ്പൊ ഇത് നല്ല തിക്കായിട്ടുണ്ട്, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പാറ്റേൺ ട്രേസ് ചെയ്യുകയോ വരയ്ക്കുകയോ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിപ്പോൾ നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടി. ഇനി നമുക്ക് പടം വരയ്ക്കാം. ഇതാണ് നമ്മൾ ഇന്ന് വരയ്ക്കാൻ പോകുന്ന ഡിസൈന്. ഇതിന്റെ ഔട്ട്ലൈൻ ആണ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് വെച്ച് ചെയ്യാൻ പോകുന്നത്.
ഈ അടുത്തതായി നമുക്ക് ത്രെഡ് എങ്ങനെ കോർക്കാം നോക്കാം. ത്രെഡ് നീഡിൽ എങ്ങനെ കോർക്കാമെന്ന്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആങ്കറിൻ്റെ റെഡ് കളർ, എൻ്റെ നമ്പർ 047, ഇതാണ് നമ്മുടെ കളർ നമ്പർ. ഇത് കൂട്ട് ഒരു സെറ്റിനകത്ത് 6 ത്രെഡ് ഉണ്ടാവും. അപ്പം നമ്മൾ ആദ്യം ഇതൊരു കൈനീളം ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്യാനായിട്ട് ഒരു ഭാഗം എപ്പോഴും നമ്മൾ ഈ ത്രെഡ് എടുക്കുമ്പം അതിനകത്ത് ഒരു ഭാഗം എപ്പോഴും ഇങ്ങനെ ചാടി കിടക്കും. ഈ ചാടി കിടക്കുന്നതിൽ പിടിച്ച് ഇവിടെ ലൂസായിട്ട് പിടിച്ചിട്ട് ഇതിങ്ങനെ വലിക്കുക. ഇതൊരു കൈനീളം ലെങ്ത് ആയിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഭാഗം വിട്ട് ഇവിടെ കട്ട് ചെയ്തെടുക്കുക. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇതുണ്ടോ 6 ത്രെഡ് കിട്ടും. അപ്പം നമുക്ക് എത്ര തിക്നെസ് വേണോ, എത്ര നല്ല ബ്രൈറ്റ് ആയിട്ട് വേണോ അതിനനുസരിച്ച് ത്രെഡ് ഉപയോഗിക്കാം. ഞാനിവിടെ 6 ത്രെഡാണ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് 3 ത്രെഡാണ് എടുക്കാൻ പോകുന്നത്. ത്രെഡ് എടുക്കുമ്പം ഇതെല്ലാം കൂടി ഇങ്ങനെ അകത്തി എടുക്കാതെ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിനകത്തെ ഒരു ത്രെഡ് കൈ കൊണ്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വലിക്കുക. ത്രെഡായി. ഇനി അടുത്ത ത്രെഡ്, ഇത് 3ാമത്തെ ത്രെഡ്. 3 ത്രെഡ്. അപ്പം നമുക്ക് ഒരു 6 ത്രെഡിൻ്റെയാണ് ഇന്ന് നൂലിഴ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് 3 ത്രെഡ് എടുത്തിട്ട് നമുക്കത് നീഡിലിനകത്തൂടെ കയറ്റി ടൈ ചെയ്തെടുക്കാം. അപ്പം രണ്ടായിട്ട് നീഡിലിനകത്തൂടെ പാസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ കൂടെ എടുക്കുമ്പോൾ ഈ 3 ത്രെഡ് എന്നുള്ളത് 6 വരും. ഇനി ചെറിയ ഒരു ടൈ ഇടാനായിട്ടും ഒരു ടെക്നിക്ക് ഉണ്ട്. ഇതിപ്പം ഇതിൻ്റെ അറ്റം ഭാഗമാണ്, ഇത് നീഡിലിനെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റാപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ പിടിച്ചിട്ട് പുള്ളി ചെയ്യുക, വലിക്കുക. ഏറ്റവും ചെറിയ ടൈ വന്നു. ഇത് പെറ്റലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ സൂചി, നൂല്, നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പം അടിഭാഗത്തു നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇവിടുന്ന് അടിയിൽ നിന്ന് മുകളിലോട്ട് എടുത്ത് ഒരു 1 മില്ലിമീറ്റർ മുന്നോട്ട് കയറി താഴോട്ട് കുത്തുക. വീണ്ടും താഴേന്ന് 1 മില്ലിമീറ്റർ മുന്നോട്ട് കയറി മുകളിലോട്ട് എടുക്കുക. മുകളിൽ നിന്ന് വീണ്ടും 1 മില്ലിമീറ്റർ താഴോട്ട് കുത്തി താഴോട്ട് എടുക്കുക. താഴേന്ന് വീണ്ടും 1 മില്ലിമീറ്റർ മുകളിലോട്ട് കയറി മുകളിലോട്ട് വലിക്കാം. അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് ഈ പെറ്റൽസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാം. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ത്രെഡ് പാസ് ചെയ്യുമ്പം എപ്പോഴും മുകളിലും താഴെയും ഒരേ അളവിൽ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഈ ഗ്യാപ്പ്, 2 ത്രെഡുകളുടെ ഇടയിലുള്ള ഗ്യാപ്പ് എപ്പോഴും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് നമ്മുടെ ഈ ഡിസൈനിന് കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് എപ്പോഴും ഒരുപോലെ. ഇപ്പം നമ്മൾ ഏകദേശം ഇത്ര എത്തിയിട്ടുണ്ട്. ബാക്കിയും കൂടെ നമുക്ക് കാണാം. വേഗം ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്ലവർ കഴിഞ്ഞു. നമ്മൾ ടൈ ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ നിയർ ടു ആയിട്ടുള്ള സ്റ്റിച്ചിനകത്തോട്ട് കയറ്റിയിട്ട് ടൈ ചെയ്യും.
അപ്പൊ ഇത് വലിയ കാര്യമായിട്ട് ബൾജ് ചെയ്ത് കാണാതിരിക്കും. നമുക്ക് ഇതിന്റെ സെന്റർ പോർഷൻ നോക്കാം. അതിനു വേണ്ടിയിട്ട് യെല്ലോ കളർ എംബ്രോയിഡറി ത്രെഡ് ഞാൻ എടുക്കുക. ഇങ്ങനെ വൺ ഹാൻഡില് ലെങ്ത് പിടിച്ചിട്ട് കട്ട് ചെയ്ത് അങ്ങനെ നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അതിന്റെ റിസൾട്ട് കാണാം. ഭംഗിയായിട്ടല്ലേ? നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.